ഹായ് ഡിയേഴ്സ്, നമ്മുടെ കേക്കിന് ആവശ്യമായ ചോക്ലേറ്റ് വിപ്ഡ് ക്രീം നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. അതിന് അര കപ്പ് നെയ്യെടുത്ത് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് അര കപ്പ് പാല്, അര കപ്പ് പൊടിച്ച പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുകയാണ്. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ലപോലെ മിക്സ് ചെയ്ത് ക്ലിയർ ആക്കിയ ശേഷം മാത്രമേ നമുക്കിതിനെ അടുപ്പിലോട്ട് വെക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആകെ കൂടെ കട്ടകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് കട്ടകളെല്ലാം ഉടച്ച ശേഷം ഞാൻ അതിനെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കണം. കൈ വിടരുത്, അടിക്ക് പിടിക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ട് വേഗം പണി ഒരുക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് ഈ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. നമ്മൾ നേരത്തെ വൈറ്റ് വിപ്ഡ് ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ചോക്ലേറ്റ് വിപ്ഡ് ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിന് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ ഫ്ലെയിം ഓഫാണ്, അത് ഓർമ്മ വേണം. ഫ്ലെയിം ഓഫാക്കിയ ശേഷമാണ് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് മിക്സ് ചെയ്യുന്നത്. കട്ടകളെല്ലാം ഉടച്ച് നല്ലപോലെ സ്മൂത്തി ടെക്സ്ചറായിരിക്കണം. ഇനി നമുക്ക് ഇത് തണുത്ത ശേഷം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കണം ഈ ക്രീം. നമുക്ക് വിപ്ഡ് ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അത് നമ്മൾ നെയ്യ് ഉപയോഗിച്ചിട്ടാണല്ലോ ഇപ്രാവശ്യം വിപ്ഡ് ക്രീം ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബട്ടർ ഉപയോഗിച്ചാണ് വിപ്ഡ് ക്രീം ഉണ്ടാക്കിയത്, വൈറ്റ് വിപ്ഡ് ക്രീം. നല്ല തണുത്ത ഗീ ആയതുകൊണ്ട് അത് വഴുക്കി പോകുന്നുണ്ട്. ഞാൻ മുറിച്ച ശേഷം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചതാണ്. അത് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് വിപ്പ് ചെയ്യാൻ കിട്ടില്ല. ഇപ്പോൾ ഗീൻ്റെ കളറെല്ലാം നല്ല ലൈറ്റ് കളറായിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ചോക്ലേറ്റ് മിക്സ് ഓരോ സ്പൂൺ വീതം ഇട്ട് ബീറ്റ് ചെയ്യാം. അറ്റ് എ ടൈം 1 ടേബിൾ സ്പൂൺ മാത്രമേ ചോക്ലേറ്റ് ക്രീം ഇടാൻ പാടുകയുള്ളൂ. നന്നായി വിപ്പ് ചെയ്ത ശേഷം അടുത്ത ടേബിൾ സ്പൂൺ ഇട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ വിപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ കൊക്കോ മിക്സ് കഴിയുന്നത് വരെ ഇത് ആവർത്തിക്കുക. ഓരോ ടേബിൾ സ്പൂൺ ഇടുക, പിന്നെ വിപ്പ് ചെയ്യുക. നല്ല ഫ്ലഫി ആയി വരുമ്പോൾ അടുത്ത ടേബിൾ സ്പൂൺ ഇടണം. അങ്ങനെ മുഴുവൻ ക്രീമും കഴിയുമ്പം നല്ല സ്റ്റിഫായി വരുന്നുണ്ട് നമ്മുടെ ക്രീം. നല്ല ടേസ്റ്റിയും ആയിരിക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് വീണ്ടും ബീറ്റ് ചെയ്യുക. നല്ലപോലെ ബീറ്റ് ചെയ്യുമ്പം അത് നല്ലപോലെ ഫ്ലഫി ആവും, നല്ല സ്റ്റിഫാവും ചെയ്യും നമ്മുടെ ക്രീം. അതിനുശേഷം നമുക്കിതിനെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാം. സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിനകത്ത് എടുത്ത് വയ്ക്കാം. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് ഇതിലേക്ക് നമുക്ക് വിപ്ഡ് ക്രീം സാധാരണ പോലെ തന്നെ അപ്ലൈ ചെയ്യാം. അതിനാദ്യം ഷുഗർ സിറപ്പ് വെച്ച് കേക്ക് വെറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ നമ്മുടെ ക്രീം യൂസ് ചെയ്യുന്നത്. ഏതൊരു വിപ്ഡ് ക്രീം ചെയ്യുന്നത് പോലെ നമ്മുടെ കേക്കിന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മളിപ്പം കേക്ക് ഉണ്ടാക്കാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നും അല്ല. നല്ല വശമുള്ളവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്. എനിക്ക് അത്ര ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അറിയില്ല, അത്ര ക്രിയേറ്റീവ് ഐഡിയാസൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ വിപ്ഡ് ക്രീം നമ്മളുണ്ടാക്കിയ കേക്കിൽ ഒന്ന് അപ്ലൈ ചെയ്യുന്നു, അത്ര മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. എല്ലാവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ടൂൾസും എൻ്റെ കയ്യിലില്ല. ഗീ വെച്ചുണ്ടാക്കിയത് കൊണ്ട് നമ്മുടെ കേക്കിൽ ക്രീം മെൽറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് സമയം ഫ്രിഡ്ജിലിരിക്കട്ടെ. കുറച്ച് നോസിലും പൈപ്പിംഗ് ബാഗ്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തോളൂ. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റിയും സ്റ്റിഫുമായ ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്, ചോക്ലേറ്റ് വിപ്ഡ് ക്രീം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. ബട്ടർ ഉപയോഗിച്ചും ഇതേ രീതിയിൽ നമുക്ക് വിപ്ഡ് ക്രീം ഉണ്ടാക്കാം. താങ്ക് യു ഡിയേഴ്സ്.